റീസെൻ്റ് കേരള ഫാക്ട് 2025 കറണ്ട് അഫെയർ ആണ് നോക്കുന്നത്. നമ്മൾ സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് ഇന്ന് പഠിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. അപ്പോൾ യോദ്ധാവ് മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. കായിക കേരളത്തിന് കരുത്തേകാൻ കേരളത്തിലെ കായിക അസോസിയേഷനുകളുടെ കൂട്ടായ്മ നടത്തുന്ന പദ്ധതിയാണ് റൈസിംഗ് സ്റ്റാർ. കായിക കേരളത്തിന് കരുത്തേകാൻ കേരളത്തിലെ കായിക അസോസിയേഷനുകളുടെ കൂട്ടായ്മ നടത്തുന്ന പദ്ധതിയാണ് റൈസിംഗ് സ്റ്റാർ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് പഠിച്ചത്? മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് യോദ്ധാവ്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. കായിക കേരളത്തിന് കരുത്തേകാൻ കേരളത്തിലെ കായിക അസോസിയേഷനുകളുടെ കൂട്ടായ്മയാണ് റൈസിംഗ് സ്റ്റാർ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിന് എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ലക്ഷ്യ. ആരാണ്? പട്ടികജാതി വികസന വകുപ്പ്. ആർക്ക് വേണ്ടിയിട്ട്? പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ലക്ഷ്യ. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നടപ്പിലാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്ര ഫേരി. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാന പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്ര ഫേരി. വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം പദ്ധതി. വിഷാദ രോഗികളെ ചേർത്തു നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം പദ്ധതി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽക്കൃത സമൂഹത്തിലുള്ളവർക്കായി കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽക്കൃത സമൂഹത്തിലുള്ളവർക്കായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പോൾ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന സമഗ്ര വികസനത്തിന് തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്ര ഫേരി. വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം പദ്ധതി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽകൃത സമൂഹത്തിലുള്ളവർക്കായി കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി പ്രത്യാശ പദ്ധതി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനുള്ള കേരള സർക്കാർ പദ്ധതി 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഗോത്രജ്യോതി. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഗോത്രജ്യോതി. വിത്ത് മുതൽ
വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിറവ്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി നൈപുണ്യം. അപ്പം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം. കാഴ്ചാപരിമിതിയുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. അപ്പം കാഴ്ചാപരിമിതിയുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി. ലഹരി ഉപയോഗിക്കുന്നത് മൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ തകർച്ചകളും ഇല്ലായ്മ ചെയ്യുന്ന പദ്ധതിയാണ് മധുമുക്തി. ലഹരി ഉപയോഗിക്കുന്നത് മൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ തകർച്ചകളും ഇല്ലായ്മ ചെയ്യുന്ന പദ്ധതി മധുമുക്തി. കാഴ്ചാപരിമിതിയുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി നൈപുണ്യം. ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പദ്ധതിയാണ് പെപ്പർ ടൂറിസം. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. അപ്പോൾ വിത്ത് മുതൽ വിപണി വരെ കാർഷികാനുബന്ധ മേഖലയുടെ സമഗ്ര വികസനത്തിന് കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിറവ്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി നൈപുണ്യം. കാഴ്ചപരിമിതിയുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി. ലഹരി ഉപയോഗിക്കുന്നത് മൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ തകർച്ച ഇല്ലായ്മ ചെയ്യുന്ന പദ്ധതി മധുമുക്തി. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതി പ്രതീക്ഷ. നമ്മൾ ഇന്നലെ പഠിച്ച കറണ്ട് അഫെയർ ടോപ്പിക്കും കൂടെ നോക്കുകയാണ്. ഇന്നലെ പഠിച്ച സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. IPL മെന്നും വുമണുമാണ് നോക്കിയത്. IPL മെൻ 2025 18ാമത് IPL ജേതാക്കൾ ആരൊക്കെയെന്ന് വെച്ചാൽ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ജേതാക്കളായത്. ടീമിൻ്റെ ആദ്യത്തെ കിരീടമാണ്. പഞ്ചാബ് കിങ്സിനെയാണ് തോൽപ്പിച്ചത്. ക്യാപ്റ്റൻ രജത് പടിദാറാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് കൃണൽ പാണ്ഡെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. കൃണൽ പാണ്ഡെ. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ സീരീസ് സൂര്യകുമാർ യാദവ്. ഓറഞ്ച് ക്യാപ്പ് വിന്നർ സായി സുദർശൻ. പർപ്പിൾ ക്യാപ്പ് വിന്നർ പ്രസിദ്ധ് കൃഷ്ണയാണ്. ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞതിനുള്ള അവാർഡ് മുഹമ്മദ് സിറാജ്. സീസണിലെ മികച്ച സ്ട്രൈക്കർ വൈഭവ് സൂര്യവംശിയാണ്. IPL അരങ്ങേറ്റം കുറിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ താരം. വുമൻസ് IPL ചാമ്പ്യൻസ് മുംബൈ ഇന്ത്യൻസ് ആണ്. സെക്കൻഡായിട്ട് റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽ. പ്ലെയർ ഓഫ് ദ സീരീസ് നെയ്റ്റ് സേവിയർ ആണ്. മോസ്റ്റ് റൺസ് നെയ്റ്റ് സേവിയർ. മോസ്റ്റ് വിക്കറ്റ് എമിലിയ കെറും ഹെലി മാത്യൂസ് ആണ്. 2024 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. വിജയ് ജോഷിതയെക്കുറിച്ച് പറഞ്ഞാൽ വനിതാ ക്രിക്കറ്റ് മലയാളി വിജയ് ജോഷിത ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 ജേതാക്കൾ ദക്ഷിണാഫ്രിക്ക. തോൽപ്പിച്ചത് ഓസ്ട്രേലിയയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് എയ്ഡൻ മാർക്കാണ്. ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ തെമ്പ ബവ്വയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നാളെ ഇനി അടുത്ത കറണ്ട് അഫെയർ ടോപ്പിക് പഠിക്കാം.